സൂര്യകാന്തം, നീലരക്തം, മാണിക്യം, മരതകം, നഖവർണി, ചുമപ്പ് കല്ല്, പീതരക്തം, ഗോമേതകം. അടുത്തത് പറയുക പുഷ്യരാഗം, വൈദൂര്യം, പത്മരാഗം, സുഗന്ധിരത്നം. ഇതെവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമുക്ക് കാണാൻ കഴിയുന്നു. ഈ 12നും സൗന്ദര്യമുണ്ട്. എന്താണ് 12? ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന സൗന്ദര്യമാണ്. ഈ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ ആഗ്രഹിക്കുന്നു. സൂര്യകാന്തം എന്ന് പറഞ്ഞാൽ മക്കളെ നിർമ്മല ഹൃദയം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാട്ടെ, നിർമ്മല ഹൃദയം ഉണ്ടായിരിക്കണം. നീലരക്തം എന്ന് പറഞ്ഞാൽ സത്യനിഷ്ഠതയുണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി ഇരിക്കുന്നത്. അടുത്തത് മാണിക്യമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഐക്യവും സ്നേഹവും ഉണ്ടായിരിക്കണം. മരതകം എന്ന് പറയുന്നത് പുതുക്കത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. വെറുതെ അല്ല ഇത് എഴുതി വച്ചിരിക്കുന്നത്. അത് മരതകം കഴിയുമ്പോൾ അടുത്തത് പറയുകയാണ് നഖവർണി എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത, ക്ഷമ. അടുത്തത് ചുമപ്പ് കല്ലിലേക്ക് വരുമ്പോഴുണ്ടല്ലോ ത്യാഗവും സ്നേഹവും. ചുവപ്പ് അറിയാമല്ലോ, ചുവപ്പിൻ്റെ അനുഭവം. അടുത്തത് പറയുകയാണ് പീതരത്നം, ദൈവികമായ ജ്ഞാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. ഗോമേതകം എന്ന് പറയുമ്പോൾ ദൈവിക സ്ഥിരത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതെല്ലാം വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ച് പറയുകയാണ്. അടുത്തത് പറയുകയാണ് പീതരക്തം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനവും അത് സന്തോഷവും അഭിവൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതമാണ്. അതിന് അടുത്തത് പറയുന്നുണ്ട് വൈഡൂര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമെന്ന് പറയുന്നത്. പത്മരാഗം എന്ന് പറയുന്നു കഴിഞ്ഞാൽ ആത്മീയ ഉത്സാഹം ഉണ്ടാകണം. അടുത്തത് പറഞ്ഞുകൊണ്ട് നിർത്തുക ഞാൻ. അടുത്തത് പറയാം സുഗന്ധിരക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ ജീവിതം. ഇങ്ങനെ